പ്രസവാനന്തര പരിചരണം ഇനി തുവൂരിലും. മെറ്റേർന പോസ്റ്റ് നാറ്റൽ കെയർ തുവൂർ കമാനത്ത് പ്രവർത്തനം തുടങ്ങി. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെക്കുംപുറം റോഡിൽ മാവേലി സ്റ്റോറിന് സമീപത്താണ് മെറ്റേർന പ്രവർത്തിക്കുന്നത്. കുറഞ്ഞ കാലത്തിനുള്ളിൽ ആയുർവേദ ശാസ്ത്രീയമായ പ്രസവാനന്തര പരിചരണത്തിലൂടെ പ്രശസ്തി പിടിച്ചുപറ്റിയ മെറ്റേന ആയുർ ഹോം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് തുവൂരിൽ പ്രവർത്തനം തുടങ്ങിയത്. പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനത്തിനോടൊപ്പം ഡോക്ടർ ഹസ്ന തയ്യിലിന്റെ സേവനവും മെറ്റേനയിൽ ലഭ്യമാണ്. സ്ത്രീ സൗന്ദര്യം നിലനിർത്തുന്നതിനുള്ള ആയുർവേദ ചികിത്സാ പാക്കേജും ലഭ്യമാണ്. മികച്ച പരിചരണം, പോഷക സമൃദ്ധമായ ഭക്ഷണം തുടങ്ങിയവയും മെറ്റേനയെ മികവുറ്റതാക്കുന്നു. സ്വസ്ഥമായ അന്തരീക്ഷത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രസവാനന്തര പരിചരണ സെന്ററുകൾ എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു കാലഘട്ടം ആലോചിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സമയമില്ലാത്തവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, പണ്ട് കാലങ്ങളിൽ കുറേ ധാരണകൾ ഉണ്ടായിരുന്നു. ഒരാടിനെയൊക്കെ ഒരു കാലത്ത് കഴിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ ആ ധാരണ ഒന്നും തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും സമ്മതിക്കൂല. ഇല്ല, സംഭവിക്കുമോ? കാരണം അത്തരത്തിലുള്ള ചികിത്സകൾ കൊണ്ട് അതൊക്കെ ഒരു ചികിത്സയുടെ ഭാഗമായി തന്നെയായിരുന്നു അന്നും കൊണ്ട് നടന്നിരുന്നത്. അന്നത്തെ അത്തരത്തിലുള്ള അന്നത്തെ അത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ ഇന്ന് പലരും പറയും, അന്ന് ഞങ്ങളൊക്കെ അങ്ങനെ കടന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ഊരവേദന ഇല്ല, ഞങ്ങളെ അത്രയും ഭക്ഷണം നന്നായി കഴിച്ചിരുന്നു, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ല, ഇന്ന് നിങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാഴ്ചയില്ല, ഞങ്ങൾക്ക് പ്രശ്നമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട്. അപ്പം അന്നത്തെ രീതിക്ക് ഒരു വലിയ വ്യത്യാസമുണ്ട് ഇന്നത്തെ രീതികളുമായിട്ട്. വാർഡ് അംഗം വി കെ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഹസ്ന തയ്യിൽ, ജംഷീദ് മാസ്റ്റർ, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.